എല്ലാം കൂടെ ചേർത്ത് അടുത്ത ആഴ്ച തരാം ബഷീറെ. സവാരി തീരെയില്ല, പ്രതീക്ഷിക്കാത്ത ചിലവും. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ഈ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടക്കും. എങ്കിലും ഗോപി, എന്തൊക്കെ മുടങ്ങിയാലും കാറിന്റെ കാര്യങ്ങൾ നീ മുടക്കരുത്. അതാ നിന്റെ ചോറ്. ഈ മാസം കടം അടച്ചോ? 2 മാസമായി മുടങ്ങി കിടക്കുക. ആ, അത് കഴിഞ്ഞ് മതി ബാക്കി കാര്യം. അല്ല, ഉണ്ണി ഫൈനൽ ഇയർ അല്ലേ? അതെ. ഓ, ഏപ്രിൽ 1 കഴിഞ്ഞാൽ എനിക്ക് നേരെ ശ്വാസം വിടാം. നീ മാത്രമല്ല, സുമതി ടീച്ചറും ശ്വാസം നേരെ വിടും. ശരി, വരട്ടെ. 10 മണിക്ക് ഒരു സ്ഥലത്ത് ചെല്ലാമെന്ന് പറഞ്ഞത്. ഓ, സസ്പെൻസിന്റെ പണി കഴിച്ചിട്ട് പറക്കിയിട്ടുള്ളൂ. 5 രൂപ. അതെന്ത് കണക്കാ? അതാ കണക്ക്. മീറ്ററിൽ 6.40 ആയിട്ടുള്ളൂ. മീറ്ററോ? ഏത് മീറ്റർ? ഈ മീറ്റർ. അപ്പൊ സാറ് തിരുവനന്തപുരത്തല്ലേ? അല്ല, ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നവരാ. അപ്പൊ സ്ഥലം ഇന്ത്യ തന്നെ? അതെ. ആ, ടാക്സി കയറുന്നത് ആദ്യമായിട്ടായിരിക്കും. അയാൾ ചോദിക്കുന്ന പണം കൊടുത്തേക്കറ്റ. നീ പൊടി എവിടുന്ന്? മീറ്ററിൽ കാണുന്നതേ കൊടുക്കൂ. ഇല്ലെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. എന്താ പോലീസ് സ്റ്റേഷനോ? ഞങ്ങൾക്ക് പരിചയമില്ലാത്തൊരു പോലീസ് സ്റ്റേഷൻ. ഏത് ഇൻസ്പെക്ടറെ പരിചയപ്പെടേണ്ടത്? ഞാൻ പരിചയപ്പെടുത്തി തരാം. കാറ് കയറിയേ സുഖിച്ചാ പോരാ, കാശ് തരണം. മെനക്കെടുത്താ കാശ് കൂടെ തരണം സാറേ. പോലീസ് സ്റ്റേഷൻ. അതാ ഗോപിയേട്ടൻ വരുന്നു. ആ ഗോപി, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. നിന്റെ കൂട്ടരിങ്ങനെ പിടിച്ചു പറിക്കാൻ തുടങ്ങിയാലോ? നമസ്കാരം സാർ. എന്തായാലും എന്നാച്ചാ? മീറ്റർ ഉള്ളതേ തരൂന്ന്. എന്റെ പൊന്നും സാറേ, ഈ കണ്ണുകൊണ്ട് കാണുന്നതൊന്നും സത്യല്ല, വെറും മായ. എന്നാലും എന്തൊരു അക്രമം! 6.40 പകരം 15 രൂപയെന്ന്. ആ, 15 രൂപ കൊടുക്കണ്ട, 10 രൂപ കൊടുത്താൽ മതി. ബാക്കി കൊച്ചു സാറ് തരുമായിരിക്കും. നീ പോടാ, ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കാനല്ലേ. ഞാൻ പോട്ടെ. വേഗം പൊയ്ക്കോ. കൃഷ്ണവൈദ്യന്റെ അടുത്തേക്കായിരിക്കും. അതെ. അസുഖം കുറവുണ്ടല്ലോ? വാദമല്ലേ, മാറാനൊന്നും പോകുന്നില്ല. ഞാൻ വരട്ടെ. ആ, വരണം വരണം. ഇന്ന് അച്ഛനും മകളും ഒരുമിച്ചാണല്ലോ വരവ്. ശുഭലക്ഷണം. പക്ഷേ സർവത്ര അശുഭ ലക്ഷണങ്ങളാണല്ലോ കാണുന്നത് വൈദ്യരെ. പത്മനാഭ, നാരായണ, എന്താണ് അവിടെ? ഇവരൊക്കെ എവിടെ പോയി കിടക്കുന്നു? ക്ഷമിക്കണേ, ഇപ്പൊ വരാം. നിങ്ങളോട് ആര് പറഞ്ഞു ഇതിനകത്ത് കയറാൻ? വായിവിടെ ഒന്നുകളെയും ഞാൻ ഒരങ്ങന്മാർ. അല്ലെങ്കിൽ നിന്നെയൊക്കെ എന്തിന് പറയണം? എന്നെ പറഞ്ഞാ മതി. കണ്ടോളൂ, എന്റെ സന്തതികളാണ്. ഇവരുടെ കാര്യം പറയാൻ ഞാൻ അങ്ങോട്ട് വരാനിരുന്നതാ. ടീച്ചർ ഇവരുടെ കാര്യം ഒന്ന് ഏറ്റെടുത്തേ പറ്റും. കുട്ടികളായാൽ അല്പം കുസൃതിയൊക്കെ വേണം വൈദ്യരെ. എന്നാലും ഇങ്ങനെയും ഉണ്ടോ എന്റെ സാറേ? ഇവൻ 3-ാം ക്ലാസ്സിൽ, ഇത് 3-ാമത്തെ കൊല്ലമാ. ടീച്ചർ വിചാരിച്ചാൽ... ഞാൻ ട്യൂഷൻ എടുക്കുന്ന പതിവില്ല. വേണ്ട, വേറെ ട്യൂഷൻ എടുക്കണ്ട. ഇത് വേറെ വീടാണോ? ഞാൻ സുമതി ടീച്ചർ കന്യനാണോ? ആലോചിച്ച് പറയാമെന്ന് പറയുമോളെ. ആലോചിക്കാൻ ഒന്നുമില്ല. ഇവരെ നേരെയാക്കി തരേണ്ട ജോലി ഞാൻ അങ്ങോട്ടങ്ങ് ഏൽപ്പിക്കുന്നു. കാലുവേദന കുറവുണ്ടോ? എന്തോ ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. കൃത്യസമയത്ത് ക്ലാസ് വരണം ഞാൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്. പിന്നെന്താ ഇന്ന് വൈകിയത്? അമ്മ പ്രസവിച്ചു കിടക്കുക. അച്ഛൻ ഇളയമ്മയുടെ കൂടെയാ.
അതുകൊണ്ട് ഞാൻ തന്നെ വേണം കാപ്പി അനത്താൻ. ശരി ശരി, കോമ്പോസിഷൻ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. ആ, ബെഞ്ചിൽ കയറി നിൽക്കേ. ആ, ഇനി ഇത് കുടിക്ക്. ഞാൻ അല്പം കുടിച്ചു പോയതാ. അപ്പോ ഇത് ഗുരുവിന്റെ പ്രസാദമായിരിക്കും. അതെ അതെ, ഗുരുവിന്റെ പ്രസാദം കഴിച്ചാൽ പുണ്യം കിട്ടും. ടീച്ചറിനെ താഴെ ഇറക്കൂ ടീച്ചർ, അല്ലെങ്കിൽ ഈ ബെഞ്ചെങ്ങാനും ഒടിഞ്ഞ് ഞാൻ ടീച്ചറിന്റെ മേത്തൂടെ വീഴും. ശിക്ഷ പറ്റിയത് തന്നെ, പക്ഷെ കുറ്റം എന്താണെന്ന് മനസ്സിലായില്ല. ഞങ്ങൾ വെറുതെ. കാപ്പി കാപ്പി. ഈ പ്രായത്തിൽ കുട്ടിക്കളി. ഗോപി, നിനക്ക് ഓർമ്മയുണ്ടോ നിന്നെ ഞാൻ ബെഞ്ചിന്മേൽ കയറ്റി നിർത്തിയത്? 16ന്റെ ഗുണനപ്പട്ടിക പറയൂ ഗോപി. 11 16 16 2 28 28. ബെഞ്ചിന്മേൽ കയറി നിൽക്കടാ. ഇവനാണ് പട്ടാളത്തിൽ ചേർന്നത്. നമ്മുടെ ഡിഫൻസ് എങ്ങനെയിരിക്കും? ക്ലാസ്സിൽ നമ്പർ 1 പാസ്സാക്കി ഇവൻ. നമ്പർ 1 മാത്രമല്ലായിരുന്നു. അയ്യോ പിന്നെ, വീട്ടിൽ പോയി നിക്കറൂര് നോക്കിയപ്പോഴാണ് സത്യാവസ്ഥ മനസ്സിലായത്. അല്പസ്വല്പം നമ്പർ 2 ഉണ്ടായിരുന്നു. നീ ഗുരുത്വമുള്ളവനാ, അതുകൊണ്ട് നീ നന്നായി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. കിഴക്ക് ചുവന്നു ചുവന്നു വരുന്നു. പിന്നീട് ആ ചുവപ്പ് അനേക നിറങ്ങളായി പടരുന്നു. മഞ്ഞണിഞ്ഞ ഇലകൾ, പരന്നൊഴുകുന്ന ഇളം വെയിൽ, ഓരോ പൂവിലും പുൽക്കൊടിയിലും രത്നങ്ങൾ പോലെ തിളങ്ങുന്ന മഞ്ഞുതുള്ളികൾ. കവിഭാവന ഓളം തല്ലുന്ന മനോഹരമായ ആ പ്രഭാതത്തിലേക്ക് നമുക്കൊരു യാത്ര പോകാം. തുണി മുറിപ്പിച്ചിട്ടാണോ കടം പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടാ തുണി മുറിപ്പിച്ചത്. ബഷീർ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇടപെടുന്നത്? സാറ് പെട്രോൾ ബങ്കിന്റെ കാര്യം നോക്കിയാൽ മതി, ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. 2 കടയും ഒരാളിൻ്റെതല്ലേ? അല്പസ്വല്പം എൻക്രോച്ച്മെന്റ് ആയാൽ ആകാശം ഇടിഞ്ഞൊടിയും പറ്റുമില്ലല്ലോ. വരൂ ഗോപി. ഹലോ, ഗോപിന്ന് ഓണക്കോടി എടുത്തെന്ന് തോന്നുന്നല്ലോ. ഒന്നും ആയില്ല. എന്നിട്ട് കടയിൽ 60 രൂപ കടം പറയേണ്ടി വന്നു. രൂപയാണോ? ഞാൻ തരാം. ഞാൻ ഇന്ന് അല്പം തരാമല്ല. എന്റെ പൊന്നു ലോനാച്ച, ഇന്നെങ്കിലും ഷോപ്പിൽ കയറില്ലേ? നാളെ തിരുവോണോ? അയ്യോ, ഗോപി അറിഞ്ഞല്ലേ? ഞാൻ കുടി നിർത്തി. ആ, അക്കാര്യം എനിക്കറിയാം. വെളുപ്പിന് നിർത്തും, നേരം വൈകുമ്പോ തുടങ്ങും. ഇത് അങ്ങനെയല്ല ഗോപി, ഞാൻ കാര്യമായിട്ട് തന്നെ കുടി നിർത്തി. ഗ്രേസിയുടെ കരച്ചിൽ കാണാൻ എനിക്ക് വയ്യ. അവക്കും കൊച്ചിനും ഞാൻ മാത്രമല്ലേ ഉള്ളൂ. തന്തിയും തള്ളിയില്ലാത്ത അവളെ ഞാൻ വേദനിപ്പിക്കാൻ പാടില്ല. ഭഗവാനെ, കാക്ക മലർന്ന് പറക്കും. ഞാനും തുണിക്കടയിലേക്കാ. ഗ്രേസിക്ക് 2 സാരി എടുക്കണം, മൂക്ക് നല്ല 2 ഉടുപ്പ് എടുക്കണം. എന്നേ പോട്ടെ. ഒരുത്തൻ ഇറങ്ങിപ്പോയിട്ട് 2 മണിക്കൂറായി, കാണാനില്ല. എന്നത് പോക്കാം. അപ്പീട് അപ്പിയില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇടാത്ത. മക്കളെ മുക്കടി. വരി വരി മച്ചമ്പി ഇരിക്കി. എഴുന്നേക്കാത്തത് ബഹുമാന കുറവൊന്നും കൊണ്ടല്ല കേട്ടോ മച്ചമ്പി. ഒരു വല്ലാത്ത പരുവത്തിലായിപ്പോയി നമ്മുടെ ഇരിപ്പ്. എഴുന്നേറ്റ അവള് തള്ള ഗുണം കാണിക്കും. കുഞ്ഞിന് അസുഖമൊന്നുമില്ലല്ലോ? കൂടെ കൂടെ വയറിളവും. അതല്ല ദൈവം സഹായിച്ച് യാതൊരു അസുഖവും ഇല്ല മച്ചമ്പി. അത് പിന്നെ എനിക്ക് ഉള്ളതാ. മക്കളെ, രാജമ്മയോടെ പോയി? എനിക്ക് ഈ ഡ്യൂട്ടി തന്നിട്ട് അവള് കാണാൻ പോയി. എന്ത് കാണാൻ? എന്തൊരു പറയാൻ, തുമ്പി തുള്ളലോ തിരുവാതിരയോ. അത്രയും നേരമെങ്കിലും തൊല്ലെ ഒഴിയുമല്ലോ എന്ന് ഞാനും കരുതി. രാജമ്മ വരാൻ താമസിച്ചേക്കും. ഞാൻ ഈ ഉടുപ്പ് മോക്ക് വേണ്ടി വാങ്ങിച്ചതാ. മാമൻ മോക്ക് ഉടുപ്പ് കൊണ്ടുവന്ന കണ്ട. ഓ ഉടുപ്പ്
ഞാൻ പോണു. ആ മച്ചമ്പി, ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി. മച്ചമ്പിയുടെ ഉടപ്പറന്നാള് കൂടെ കൂടെ വീട്ടിൽ വന്ന് അറുവല്ല തുള്ളുന്നത് ഞാൻ പറഞ്ഞയച്ചിട്ടൊന്നുമല്ല കേട്ടാ. ആ രൂപ മച്ചമ്പിക്ക് ഇട്ടുള്ളപ്പ തന്നാ മതി. തരണമെന്ന് വിചാരമില്ലെങ്കിട്ടല്ല വാസുക്കുട്ടി, ആകെ കടമ. എത്ര കിട്ടിയാലും തികയില്ല. ആന വായിൽ അമ്പഴങ്ങ. ഓ തന്നെ തന്നെ, നമ്മളെ പോലെയുള്ളവന്റെ വായിൽ എന്നും അമ്പഴങ്ങ തന്നെ മച്ചം. പോയ മക്കൾ അപ്പിട്ടല്ല. നല്ല കളർ, എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇതിന് വലിയ വിലയായി കാണുമല്ലോ വലിയേട്ടാ. ഓ, അത്ര വലിയ കാശൊന്നും ആയിട്ടില്ല. ഭയങ്കര കട്ടി, ചാക്ക് പോലിരിക്കുന്നു. കസര തുണി എന്ന് പറഞ്ഞ് കൂട്ടുകാരെന്നെ കളിയാക്കും. എടാ ഗോപി, നീ എന്താണ് ഇത്ര വിവരക്കേട് കാണിച്ചത്? ആ കട കാഞ്ചീപുരം പട്ടില്ലായിരുന്നു. എന്റെ കൊച്ചുമോൻ സിൽക്കുടുപ്പേ ഇടും. അമ്മച്ചി വീട്ടിലെ സന്തതിയല്ലയോ? നന്ദി കേട്ടവൻ. പോട്ടമ്മ, അവൻ ചെറുപ്പമല്ലേ. നല്ല ഷർട്ട് മുണ്ടും വേണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണ്. അല്ലെങ്കിൽ ഈ അമ്മയ്ക്ക് എന്നെ കണ്ടുകൂടാ. ശരിയാ, എന്ത് കൊടുത്താലും തൃപ്തിയില്ലാത്തവരെ എനിക്ക് കണ്ടേ കൂടാ. കൊച്ചനന്തരമൊക്കെ വാങ്ങിച്ചു കൊടുത്ത ഓടക്കോടി പല തെണ്ടി പിള്ളേർക്ക് ഭിക്ഷ കൊടുക്കാൻ കൊള്ളാം. ഓരോരുത്തർ പെങ്ങന്മാർക്കും അളിയന്മാർക്കും ഓരോന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന കാണുമ്പോ എന്റെ നെഞ്ചു പൊട്ടുന്നു. വാങ്ങിച്ചു തരാൻ മനസ്സില്ലടി പട്ടി. നീ കൊണ്ടുപോയി കേസ് കൊടുക്ക. ഇറങ്ങി പോടി എന്റെ വീട്ടിൽ നിന്ന്. അങ്ങനെ എന്നെ ഇറക്കി വിടാന്ന് വിചാരിക്കണ്ട. ഒരു കോന്തന്റെ തലയിൽ എന്നെ കെട്ടിവെച്ച് പാര ഒഴിച്ചു വിട്ടു. 5000 രൂപ തരാമെന്ന് പറഞ്ഞ് പറ്റിച്ചു. വേണ്ടി വന്ന അമ്മയും മോനെ ഞാൻ കോടതി കയറ്റും. നീ അല്ല കോടതി കയറാൻ പോകുന്നത്, ഞാനാ. നിന്നെ കൊന്നിട്ട്. അമ്മേ, അമ്മേ, എന്താണിത്? രാജമേനെ വീട്ടിൽ പോ. ഞാൻ ആ ലോനാച്ചന്റെ വീട്ടിലൊന്ന് പോയിച്ചു വരാം. അവന്റെ കുറെ പണം ഉണ്ടെന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, നീ രാത്രിയിൽ എങ്ങോട്ടും പോകണ്ട. അവൾക്കൊരു സാരിയും വാസുക്കുട്ടിക്കൊരു മുണ്ടും വാങ്ങിച്ചു കൊടുക്കണം. ഒരു കുന്തവും വേണ്ട. നീ ആ അവളെ വഷളാക്കുന്നത്. അച്ഛന്റെ മുൻകോപം അതുപോലെ അവൾക്കാ കിട്ടിയത്. ഞാനെങ്കിലും അവളെ മനസ്സിലാക്കണ്ടേ അമ്മേ? അമ്മ ഉണ്ണിക്ക് സാവിത്രിക്കും ചോറ് കൊടുത്ത്. ഞാനിതാ വരുന്നു. ഇതേവരെ വന്നില്ല. വന്നില്ലേ? ഞാൻ വഴിക്ക് വെച്ച് കണ്ടല്ലോ. ഗ്രേസിക്ക് സാരിയും കുഞ്ഞിനുടുപ്പും വാങ്ങിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. കുട്ടി തീരെ നിർത്തിയെന്ന് പറഞ്ഞു. ശരിയാണ്. 2 ദിവസമായിട്ട് കുടിക്കുന്നില്ല. എല്ലാ പള്ളികളിലേക്കും ഞാൻ നേർച്ച നേർന്നിരിക്കുക. ആ ഗോപിയേട്ടനിരിക്കെ, ഇപ്പൊ വരുമായിരിക്കും. മനോഹരമേ സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ഏതായാലും നീ കഷ്ടപ്പെട്ടതിന്റെ പ്രയോജനം കാണുന്നുണ്ട്. ഒന്നാന്തരമായിട്ടുണ്ട്. മഹാബലി ആരെ കാണാൻ മറന്നാലും നിന്നെ കാണാൻ മറക്കില്ല. ചേട്ടാ, ഈ പിള്ളേർക്ക് വിശപ്പും ഇല്ലയോ? വാ, നേരം 2 മണിയായി. മണി 1:30 പോലും ആയിട്ടില്ല. പാടി. വടക്കേപ്പുറത്തേക്ക് പോയി. കുറെ നേരമായല്ലോ. അമ്മേ, അമ്മേ, ഞാൻ പോയി നോക്കാം. അമ്മേ, അമ്മേ, അമ്മേ.
അമ്മേ 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 പല്ലിട്ടാ ഇങ്ങോട്ട് ഓടി വന്നേ പല്ലിട്ടാ അമ്മേ 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 അയ്യോ എന്റെ അമ്മേ എന്നെ വിട്ടുപോയല്ലോ എനിക്കിനി ആരുണ്ട് ഞാനിനി ആരോട് വന്ന് കാശ് ചോദിക്കേ അയ്യോ അടുത്ത ആഴ്ച എനിക്ക് 5000 രൂപ തരാന്ന് പറഞ്ഞിരുന്നാണല്ലോ അമ്മേ അയ്യോ ഞാനിനി ആരോട് ചോദിക്കും അമ്മേ ഈ സാമദ്രോഹികളെല്ലാം കൂടെ എന്റെ അമ്മയെ കൊന്നത് ഞാൻ ഉണ്ടായിരുന്നതൊന്നും സംഭവിക്കത്തില്ല അമ്മേ സാമദ്രോഹികള് സമയത്ത് ആള് പോലും പറഞ്ഞയച്ചില്ലല്ലോ എന്റെ അമ്മേ അമ്മയെ അവസാനമായിട്ടൊന്ന് കാണാൻ പോലും ഈ ദ്രോഹികളെ സമ്മതിച്ചില്ലല്ലോ ശരിക്കും നോക്കാത്തോണ്ട് എന്റെ അമ്മ ചത്തത് ഞാൻ എത്ര പ്രാവശ്യം അമ്മയോട് പറഞ്ഞു എന്നോട് ഒന്ന് താമസിക്കാൻ കേട്ടില്ലല്ലോ അയ്യോ എന്റെ അമ്മേ എനിക്കിനി ആരുണ്ട് അയ്യോ അയ്യോ ഈ രൂപ കയ്യിലിരിക്കട്ടെ. സാവിത്രി, വരൂ, ഊണ് കഴിക്കൂ. വിശപ്പില്ല. നീയും ഇങ്ങനെ പറഞ്ഞാലോ? പറയുന്നതനുസരിക്ക്. അവര് കുട്ടികളാണ്, തളർന്നു പോകും. നീ തളർന്നുകൂടാ. വരൂ, വന്ന് ചോറ് കഴിക്ക്. വരൂ സാവിത്രി.